മലയാളി സൈനികൻ വിഷ്ണുവിന്റെ തിരോധാനം. ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. വിഷ്ണുവിനായി തിരച്ചിൽ. പൂനെയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്നതിനിടെ കാണാതായ സൈനികനെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. കൂടാതെ വിഷ്ണുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പൂനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. വിഷ്ണു 20 ദിവസത്തെ അവധിക്കാണ് പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പോയതെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകി. ജനുവരി 5 വരെയാണ് അവധി അനുവദിച്ചിരിക്കുന്നത്. ഈ മാസം 16-ന് വിഷ്ണു ക്യാമ്പിൽ നിന്നും പോയി. ക്യാമ്പിൽ വിഷ്ണുവിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. എലത്തൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി മൊഴിയെടുത്തത്. കോഴിക്കോട് എരഞ്ഞിക്കൽ കണ്ടംകുളങ്ങര ചെറിയകാരംവള്ളി സുരേഷിന്റെ മകനായ വിഷ്ണുവിനെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. അവധിയായതിനാൽ നാട്ടിലേക്ക് വരികയാണെന്ന് തിങ്കളാഴ്ച വിഷ്ണു അമ്മയെ വിളിച്ചറിയിച്ചിരുന്നു. ചൊവ്വാഴ്ച പകൽ 2:15-നാണ് വിഷ്ണു അവസാനമായി വിളിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞത് കണ്ണൂരിൽ എത്തിയെന്നാണ്. എന്നാൽ രാത്രി വൈകിയും കാണാത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴേക്കും സ്വിച്ച് ഓഫ് ആയി. പിന്നീടാണ് എലത്തൂർ പോലീസിൽ പരാതി നൽകിയത്. ATM കാർഡിൽ നിന്നും 15,000 രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. സൈനികരുടെ നേതൃത്വത്തിൽ പൂനെയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വിഷ്ണുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണൻ ഏകോപിപ്പിക്കും. എലത്തൂർ SHO അജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണ സംഘത്തിൽ 2 സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹത നീക്കി എത്രയും വേഗം വിഷ്ണുവിനെ കണ്ടെത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വിവാഹ ഒരുക്കങ്ങൾക്കായി അടിയന്തരമായി അവധിയെടുത്ത് നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് വിഷ്ണുവിനെ കാണാതായത്.